കണ്ണൂരിലെ മലപ്പട്ടത്തുണ്ടായ കോൺഗ്രസ് CPM സംഘർഷത്തിന് പിന്നാലെ കണ്ണൂർ ജില്ലയിലെ അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. തളിപ്പറമ്പിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K ഇർഷാദിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. ഇന്നലെ പാനൂരിൽ KSU യൂത്ത് കോൺഗ്രസ് പതാകകൾ കത്തിച്ച SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരും. അതേപോലെ കണ്ണൂരിൽ വീണ്ടും സംഘർഷ സാഹചര്യമുണ്ടെന്ന് പരിശോധിക്കാൻ നിരീക്ഷകനായി ദീപക് തർമ്മടം കൂടി ചേരും. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. അരുൺ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അവിടെ സ്ഥിതി ശാന്തമാണോ? SK ഗുഡ് മോർണിംഗ്. SK സൂചിപ്പിച്ച പോലെ തന്നെ മലപ്പട്ടത്തുണ്ടായ സംഘർഷത്തിന് പിന്നാലെ ജില്ലയിലാകെ അത്തരം സംഘർഷങ്ങൾ വ്യാപിക്കുമോ എന്ന ആശങ്ക എന്തായാലും ഇപ്പോൾ നിലവിലുണ്ട്. ഇന്നലെ രാത്രിയാണ് കോൺഗ്രസിൻ്റെ തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇർഷാദിൻ്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. ആ വീടിന് മുന്നിലെ ജനൽ ചില്ലുകളും അതോടൊപ്പം തന്നെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും ആക്രമി സംഘം അടിച്ചു തകർത്തിട്ടുണ്ട്. ഈ ആക്രമണത്തിന് പിന്നിൽ CPIM ആണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇർഷാദ് മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പദയാത്രയിൽ പങ്കെടുത്തതാണ്. ആ പദയാത്രയ്ക്കിടെ സംഘർഷമുണ്ടായിരുന്നു. ആ പദയാത്രയിൽ പങ്കെടുത്തതിൻ്റെ പ്രകോപിച്ചാണ് ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് എന്തായാലും ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ പാനൂരിൽ ഇന്നലെ SFIയുടെ പ്രതിഷേധ പ്രകടനത്തിനിടെ പാനൂർ അവിടെ കോൺഗ്രസ് ഓഫീസിലുണ്ടായിരുന്ന KSU യൂത്ത് കോൺഗ്രസ് കൊടികൾ ആ ഓഫീസിൽ കയറിയെടുത്ത് റോട്ടിലിട്ട് കത്തിച്ചു എന്ന പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയിൽ ഇപ്പോൾ 15 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യം മുഴക്കിയിരുന്നു. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നതായിരുന്നു ആ മുദ്രാവാക്യം. അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് CPIM അതോടൊപ്പം തന്നെ DYFIയും SFI ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇന്നലെ അവിടെ മലപ്പട്ടത്ത് പ്രതിഷേധ പൊതുയോഗമുണ്ടായിരുന്നു. അതിനിടെ CPIMൻ്റെ ജില്ലാ സെക്രട്ടറിയും ഇത്തരത്തിൽ അതിനെതിരെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗത്തിനിടെ പരാമർശങ്ങൾ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിനുശേഷം DYFI ജില്ലാ സെക്രട്ടറിയും ഫേസ്ബുക്കിലൂടെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണം വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.